വാര്യര് പറയുന്ന പോലെ ഇപ്പൊ അയാളുടെ കാലമല്ലേ എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ഫോർച്യൂണറുടെ കാലമല്ലേ. ചില ടീമുകൾ ഫോർച്യൂണർ എടുക്കാൻ വേണ്ടി എന്തൊക്കെ കളികൾ കളിക്കുന്നറിയും. കുടുംബത്തിൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് അതൊരു ഫാമിലി വ്ലോഗാക്കുക. കുടുംബത്തിൽ അടിപിടി, എന്റെ ഭാര്യയെ തല്ലി എന്നെ തല്ലി എന്നും പറഞ്ഞ് വൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കി നൈസായിട്ട് ഒരു കാറങ്ങ് വാങ്ങിക്കുക, അതുവഴി റീച്ച് ഉണ്ടാക്കുക. ഇപ്പൊ അതേ പ്രശ്നമായിട്ടാണ് ഇപ്പോൾ പച്ച വീട്ടിൽ പ്രശ്നേഷ് എത്തിയിരിക്കുന്നത്. ഈ പച്ച വീട്ടിൽ പ്രശ്നേഷ് ആണെങ്കിൽ സ്വന്തം അനിയത്തിയെ പറ്റിയൊക്കെ വന്നിരുന്നിട്ട് ഈ ഓൺലൈനിൽ കിടന്ന് ഈ വീഡിയോയിൽ കിടന്ന് അടിച്ച കുറെ ഡയലോഗുകളൊക്കെ ഇവന്റെ അനിയത്തിയാണെങ്കിൽ തിരിച്ചു പറയുന്നുണ്ട് ഇവൻ വലിയ വൃത്തിയുള്ളവനൊന്നല്ല, ഹൈജീൻ ഇവന്റെ അടുത്തോട് കൂടി പോയിട്ടില്ല, ഇതൊക്കെ ചുമ്മാ ഷോ ഓഫ് ആണ്. അതിപ്പോ അവന്റെ അനിയത്തി പറയേണ്ടത് നമുക്കറിയാം. 10 പൈസ കൈ കൊണ്ടുവരാനും റീച്ചിനും വേണ്ടിയിട്ട് ഏത് അറ്റം വരെ പോകുന്ന പോറയാണെന്നുണ്ട്. അത് ഇവര് മാത്രമല്ല, ഞാൻ ഇതിൽ ഒരുപാട് ആൾക്കാർ കണ്ടു. ഈ നേരായ രീതിക്ക് ഓരോന്ന് ചെയ്ത് രക്ഷപ്പെടാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്, നല്ല കണ്ടന്റ് ഒക്കെ ചെയ്തിട്ട്. അവരാരെയും കൊറോണ മൈൻഡ് പോലും ചെയ്യില്ല, അവർക്ക് ആർക്കും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ കുറെ കോമാളികൾക്ക് വൻ സപ്പോർട്ടാണ്. ഈ കോമാളികളെ വളർത്തുന്നത് ഇവിടെ ഉള്ള കുറെ ഓൺലൈൻ മീഡിയാസ് ആണ്. ആദ്യം ഇവനെയൊക്കെ പിടിച്ചവറ്റൊക്കെ ചെപ്പടിച്ചിരിക്കണം. ഈ കുറെ കോമാളികളെ അനാവശ്യമായിട്ട് വളർത്തുന്നത്. ഈ കോമാളികൾക്ക് ഒരു വില ഉണ്ടാവില്ല, അത് വേറെ കേസ്. ഈ കോമാളികൾക്ക് എന്നും കോമാളികളുടെ വില ഉള്ളൂ. യുവമാരെ വിചാരം ഇതൊക്കെ ഭയങ്കര എന്തോ സംഭവമാണ്. അവൻ കോമാളി കളിച്ച് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കുന്നു എന്നൊക്കെ കുറെ കണക്കുന്നുണ്ട്. അവന്മാർക്ക് ആ വിലയുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കണം.